ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമീസിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആൻഷ്യന്റ് ഇന്ത്യയിലെ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളും അത് എഴുതിയ വ്യക്തികൾ ഓതേഴ്സുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ള ഈ ബുക്സും ഓതേഴ്സും നമുക്ക് കോഡിലൂടെ വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് പഠിച്ചാലോ? എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രാമചരിതമാനസം. രാമചരിതമാനസ് എന്ന ബുക്ക് എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ തുളസീദാസ് ആണ്. ഓക്കെ, രാമ തുളസി എന്ന് കേട്ടിട്ടില്ലേ? കൃഷ്ണ തുളസിയുണ്ട്, രാമ തുളസിയുണ്ട്. ഞാൻ അങ്ങനെയാണ് ഈ കോഡിലൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ രാമചരിത മാനസ് എന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രാമ തുളസി എന്നോർത്തോളൂ, തുളസീദാസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഷ്ടധ്യായി എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അത് പാണിനിയാണ്. അഷ്ടധ്യായി. ഓക്കെ, അഷ്ടിക്ക് വകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി എന്നല്ലേ അർത്ഥം. ഞാൻ അത് വെച്ചിട്ടാ കണക്ട് ചെയ്യുന്നത്. അഷ്ടധ്യായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടിക്ക് വകയില്ല, പട്ടിണി. അതുപോലത്തെ പേരല്ലേ പാണിനി. അപ്പോ അങ്ങനെ കണക്ട് ചെയ്തോളൂ. അഷ്ടധ്യായി പാണിനി. അപ്പോ അടുത്തത് കാളിദാസൻ എഴുതിയ കുറച്ച് ബുക്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ അല്ലെങ്കിൽ വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ കാളിദാസൻ. അവിജ്ഞാന ശാകുന്തളം, മേഘദൂത്, വിക്രമോർവശീയം, ഋതുസംഹാരം. ഓക്കെ, അത് കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഓക്കെ, വിജ്ഞാനമുള്ള ശകുന്തളയുമായിട്ട് ഋതു സംസാരിച്ചപ്പോ കളിയാക്കി. ഓക്കെ, അല്ലെങ്കിൽ വിജ്ഞാനമുള്ള ശകുന്തള ഋതുവുമായി സംസാരിച്ചപ്പോൾ കളിയാക്കി. അതിലുണ്ട് വിജ്ഞാനമുള്ള ശകുന്തള, അവിജ്ഞാന ശാകുന്തളം, ഋതുവുമായി സംസാരിച്ചപ്പോൾ ഋതുസംഹാരം, കളിയാക്കി കാളിദാസൻ. എങ്കിൽ അടുത്തിനി നോക്കാനുള്ള മേഘദൂത്, വിക്രമോർവശീയം. ഓക്കെ, മേഘയ്ക്ക് ദൂത് പോയതിന് വിക്രമനെ ഉർവശി കളിയാക്കി എന്ന് പഠിച്ചോളൂ. മേഘയ്ക്ക് ദൂത് പോയത് കൊണ്ട് വിക്രമനെ ഉർവശി കളിയാക്കി. അപ്പൊ കണക്ട് ചെയ്യാം. മേഘദൂത് കാളിദാസൻ, വിക്രമോർവശീയം കാളിദാസൻ. ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നതാണ് മൃച്ഛകടിക എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്രകനാണ്. ഓക്കെ, കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. മൃച്ഛകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലേച്ഛ എന്ന് ഓർത്തോളൂ. ഓക്കെ, മ്ലേച്ഛ എന്ന് വിളിക്കൂലേ? മ്ലേച്ഛ, ശുദ്രജീവി എന്നൊക്കെ ആൾക്കാരെ കളിയാക്കി വിളിക്കുന്നതാണ്. മ്ലേച്ഛ, ശുദ്രജീവി. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തോളൂ. മൃച്ഛകടിക ശുദ്രകൻ. ഒരാളെ മ്ലേച്ഛ എന്ന് വിളിച്ചാൽ ശുദ്രജീവി എന്നും വിളിക്കുമെന്ന് ഓർത്തോളൂ. ഓക്കെ, മൃച്ഛകടിക ശുദ്രകൻ. അങ്ങനെയെങ്കിൽ ഗീതാ ഗോവിന്ദം എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയദേവനാണ്. നമുക്ക് ഗീതാ ഗോവിന്ദം, ഗീതാഞ്ജലി, ഗീതാ രഹസ്യം, ഈ 3 ബുക്സ് ആണ് ഗീതയിൽ തുടങ്ങുന്ന ബുക്സ് നമുക്ക് മെയിൻ ആയിട്ട് എക്സാംസിന് നോക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഗീതാ ഗോവിന്ദം, ഗീതാ രഹസ്യം, ഗീതാഞ്ജലി, ഈ 3 ബുക്കുമാണ്. അതിലെ ഗീതാ ഗോവിന്ദം എന്നാണെങ്കിൽ ജയദേവനാണ് എഴുതിയത്. ഗീത ഗോവിന്ദന് ജയ് വിളിച്ചു. ഗോവിന്ദ എന്നൊക്കെ വിളിക്കുന്ന കേട്ടിട്ടില്ലേ? കാക്കകൂലിന്റെ പാട്ടുണ്ടല്ലോ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഗീത ഗോവിന്ദന് ജയ് വിളിച്ചിട്ട് ഗോവിന്ദ പാടി എന്ന് ഓർത്താൽ മതി. അപ്പോ ജയദേവനാണ് ഗീതാ ഗോവിന്ദം എഴുതിയിട്ടുള്ളത്. ഗീതാ ഗോവിന്ദം ജയദേവൻ. എങ്കിൽ ഗീതാ രഹസ്യം എഴുതിയ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതയ്ക്ക് രഹസ്യമായി ഒരാൾ തിലകം ചാർത്തി എന്ന് കോഡിലൂടെ ഓർത്തോളൂ. ഗീതാ രഹസ്യം എഴുതിയത് ബാലഗംഗാധര തിലകനാണ്. അങ്ങനെയെങ്കിൽ ഗീതാഞ്ജലി എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഗീതാഞ്ജലി. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ നേടിക്കൊടുത്ത ബുക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗീതാഞ്ജലിയാണ്. 1913 രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ നിന്നും ലിറ്ററേച്ചറിന് ആദ്യമായി നോബൽ സമ്മാനം നേടുന്നത്. അപ്പോ ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ. അങ്ങനെയെങ്കിൽ ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹർഷവർദ്ധൻ എഴുതിയ കുറച്ച് പുസ്തകങ്ങളാണ്. നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക എന്നിവ ഹർഷവർദ്ധൻ എഴുതിയതാണ്. ഓക്കെ, അപ്പോ കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഓക്കെ, ഹർഷവർദ്ധൻ. ഹർഷ തന്റെ പ്രിയയെ ദർശിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നാഗരത്നം നൽകി എന്നാണ്. ഹർഷൻ പ്രിയയുടെ സ്നേഹം വർദ്ധിച്ചപ്പോൾ തന്റെ പ്രിയയെ ദർശിക്കാൻ പോയപ്പോ നാഗരത്നം നൽകി എന്നോർത്തോളൂ. അതിലുണ്ട് പ്രിയദർശിക. ഹർഷവർദ്ധൻ പ്രിയദർശിക്കാൻ വേണ്ടി പോയപ്പോൾ നാഗരത്നം ഇല്ലേ? അതിൽ നാഗാനന്ദ, ഹർഷവർദ്ധനൻ
ഓക്കെ, നാഗരത്നം നൽകി എന്നാണ്. രത്നാവലി ഹർഷവർദ്ധനൻ. ഓക്കെ, അതിലുണ്ട്. സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ ഹർഷചരിതവും കാദംബരിയും എഴുതിയത് ബാണഭട്ടയാണ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഹർഷവർദ്ധനൻ എന്ത് ചെയ്തു എന്നാണ്? ഹർഷവർദ്ധനന് സ്നേഹം വർദ്ധിച്ചപ്പോൾ പ്രിയയെ ദർശിക്കാൻ പോയപ്പോൾ നാഗരത്നം നൽകി. ഇത് ഹർഷവർദ്ധന്റെ ചരിത്രമാണ്. അതൊരു പാണൻ പാട്ടായി മാറി ഭാവിയിൽ. ഓക്കെ, അപ്പൊ ഹർഷചരിതം പാണൻ പാട്ടായി. നമ്മുടെ വള്ളുവനാടൻ കഥകളിലൊക്കെ, വടക്കൻ പാട്ടുകളിലൊക്കെ പാണൻ പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് തച്ചോളി ഉദയനന്റെ ഒക്കെ. ഓക്കെ, തച്ചോളി തറവാട്ടിലെ കഥകളൊക്കെ വെച്ച് കേട്ടിട്ടില്ലേ? അതുപോലെ ഹർഷചരിതവും പാണൻ പാട്ടായി. അപ്പൊ കണക്ട് ചെയ്യാം. ഹർഷചരിത ബാണഭട്ട, ഹർഷചരിത ബാണഭട്ട, ഹർഷചരിത ബാണഭട്ട. അങ്ങനെയെങ്കിൽ കാദംബരിയും ബാണഭട്ടനാണ് എഴുതിയത്. ഓക്കെ, ഹർഷചരിതം പാണം പാട്ട് മാത്രമല്ല, കഥകളുമായി മാറി. കാദംബരി ബാണഭട്ട. ഓക്കെ, ഹർഷചരിതം എന്തൊക്കെയാണ്? പാണം പാട്ടുമായി മാറി, കഥയുമായി മാറി. അപ്പോ കാദംബരി ബാണഭട്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, തന്റെ പ്രിയെ ദർശിക്കാൻ വേണ്ടി പോയപ്പോ നാഗരത്നം നൽകി എന്നാണ് കോഡ്. അത് ഇത്രയും ഹർഷവർദ്ധൻ എഴുതിയതാണ്. അങ്ങനെയെങ്കിൽ ഈ ചരിത്രം പാണം പാട്ടായും കഥയായും മാറി എന്നോർത്തോളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ചരിത്രം പാണം പാട്ടായും കഥയായും മാറി. യെസ്, പാണൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചരിത്രം? ഹർഷചരിതം. പാണൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാണഭട്ട എന്നോർത്തോളൂ. അത് മാത്രമല്ല, കഥയിലും ഇടം തേടി. യെസ്, കാദംബരി ബാണഭട്ട. ഓക്കെ, പാണൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാണഭട്ട എന്നോർത്തോളൂ. അത് ഹർഷചരിതം ബാണഭട്ട. എങ്കിൽ കഥയായും ഇടം നേടി. യെസ്, കാദംബരിയും ബാണഭട്ടയാണ്. കാദംബരി ബാണഭട്ട. ഓക്കെ അല്ലേ? അങ്ങനെ എന്നുണ്ടെങ്കിൽ അർത്ഥശാസ്ത്രം എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൗടില്യനാണ്. അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യനാണ്. ഓക്കെ, കൗടില്യൻ, ചാണക്യൻ, വിഷ്ണുഗുപ്തൻ, ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ചന്ദ്രഗുപ്ത മൗര്യന് ഇക്കണ്ട സാമ്രാജ്യം മുഴുവൻ പിടിച്ചടക്കാനും അത് മര്യാദയ്ക്ക് ഭരിക്കുവാനും എല്ലാം നെടുന്തൂണായി നിന്നതും അതില് കൗടില്യന്റെ കോൺട്രിബ്യൂഷൻ വളരെ ചെറുതൊന്നുമല്ല, വളരെ 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 വലുതായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ തോട്ട്സ്, സപ്താംഗ സിദ്ധാന്തം, അത് പ്രകീർത്തിക്കുന്നതാണ് അർത്ഥശാസ്ത്രം. ഓക്കെ, ഒരു രാജ്യത്തിനെ എങ്ങനെ ഭരിക്കണമെന്ന്, രാജ്യത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ്, മന്ത്രിസഭ, ജനങ്ങൾ, പിന്നെ രാജ്യത്തിന്റെ സുരക്ഷ, കോട്ട. ഓക്കെ, സുരക്ഷ, അതുമായി ബന്ധപ്പെട്ടത്, പിന്നെ വന്നിട്ട് സൈന്യം, നികുതി, അയൽരാജ്യങ്ങളുമായിട്ടുള്ള സഖ്യം, ഇതെല്ലാത്തിനെയും കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം. ഓക്കെ, ഇന്നും എല്ലാ രാജ്യങ്ങളും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആ കാലത്ത് വ്യക്തമായിട്ടുള്ള പ്ലാന് കൗടില്യനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൗടില്യൻ ഇക്കണ്ട ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്, കേരള, കലിംഗ ഒഴികെ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ആ ഏരിയ, പിന്നെ ഇപ്പുറ സൈഡിൽ മ്യാൻമാർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ആ ഏരിയ മുഴുവൻ ചന്ദ്രഗുപ്ത മൗര്യൻ കീഴടക്കിയത് കൗടില്യന്റെ ഈ ബുദ്ധി കൊണ്ട് തന്നെയാണ്. ഓക്കെ, എങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യന് കീഴടക്കാനാവാത്തത് തമിഴ്നാടും കേരളവും കലിംഗയുമാണ് എന്ന് പറഞ്ഞു. കലിംഗ ഇന്നത്തെ ഒഡീസയാണ്. അല്ല, തമിഴ്നാടും കേരളവും കീഴടക്കാത്തത് കഴിഞ്ഞാൽ ഇവിടെയുള്ള രാജാക്കന്മാരുമായിട്ടൊക്കെ നല്ല ഒരു നയതന്ത്ര ബന്ധം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ കലിംഗ, ഒഡീസ കീഴടക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്നുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് കാരണമാണ് കീഴടക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, ചന്ദ്രഗുപ്ത മൗര്യൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്ന രാജാവ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബിന്ദുസാരനാണ്. അദ്ദേഹത്തിനും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. അതിനടുത്ത് വരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അശോക ചക്രവർത്തി, മൂന്നാമത്. അപ്പോൾ എക്സാമിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ഇതില് മക്കൾ ആരൊക്കെയാണെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകൻ ബിന്ദുസാരനാണ്, ബിന്ദുസാരന്റെ മകനാണ് അശോകൻ. സാധാരണ ABC എന്നല്ലേ പറയുന്നത്, ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് CBA എന്നാണ്. C എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യൻ, B ബിന്ദുസാരൻ, A അശോകൻ. അപ്പോ അശോകൻ വന്നിട്ട് പിടിച്ചടക്കും കലിംഗ. അത് കൊടും യുദ്ധമാണ്. BC 261 കലിംഗ യുദ്ധം. ഏകദേശം 1 ലക്ഷം ആൾക്കാരാണ് അന്ന് അവിടെ മരണപ്പെട്ടത്. 1.5 ലക്ഷം ആൾക്കാര് അടിമകളുമാക്കി. അത് മാത്രമല്ല, കലിംഗത്തിൽ നിന്നുള്ള അവരുടെ ചെറുത്തുനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആനകളെയൊക്കെ കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ അത്രയും ആനകളും കുതിരകളും എല്ലാം അവിടെ മരണപ്പെട്ടു. ഫുള്ള് രക്തക്കളമായി. ഇത് കണ്ടതോടുകൂടി അശോകന് മനസ്സ് മാറി അഹിംസയുടെ പാതയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അശോകൻ
കലിംഗ യുദ്ധത്തിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ശാസനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13ാം ശിലാശാസനത്തിലാണ് അശോകൻ കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത്. അത് മാത്രമല്ല, അതിലുള്ള അദ്ദേഹത്തിന്റെ മനോവേദനയും അതിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആ ശിലയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് ഓർത്തോളൂ. ശിലാശാസനങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അശോക ചക്രവർത്തിയാണ്. അശോകൻ ഇതേ തുടർന്ന് മനസ്സ് മാറി ബുദ്ധമതം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള മഹീന്ദനെയും സംഘമിത്രയെയും ശ്രീലങ്കയിലോട്ട് അയക്കുകയും അവിടെ ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രീലങ്കയിലോട്ട് അയക്കുന്നത്. അപ്പോ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ആരായിരുന്നു ഏറ്റവും ആദ്യത്തെ ആള്? ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തിന്റെ മകൻ CBA എന്നാണ്, ബിന്ദുസാരൻ. അത് കഴിഞ്ഞിട്ട് അശോകൻ. അശോകൻ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ മക്കളെ ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് ശ്രീലങ്കയില് മഹീന്ദനെയും സംഘമിത്രയും അയച്ചു എന്നാണ് ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്, മഹീന്ദ ജിപ്പില് സംഘത്തോടെ അയച്ചു. അപ്പൊ മഹീന്ദൻ സംഘമിത്ര. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ കൗടില്യൻ അർത്ഥശാസ്ത്രം. ഓക്കെ, സപ്താംഗ സിദ്ധാന്തം ഇതിലാണ് പ്രതിപാദിപ്പിക്കുന്നത്. കൗടില്യന്റെ മറ്റു പേരുകൾ വിഷ്ണുഗുപ്തൻ, ചാണക്യൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ കാമസൂത്ര എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാത്സ്യായനനാണ്. വാത്സ്യായനൻ. കാമസൂത്ര എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാത്സ്യായനാണ്. കാമസൂത്ര എഴുതിയത് ഒരു വയസ്സനാണ് എന്ന് ഓർത്തോളൂ. കാമസൂത്ര എഴുതിയത് ഒരു വയസ്സനാണ് എന്ന് ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ മനുസ്മൃതി എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുവാണ്. അതിൽ തന്നെ ഉണ്ട്. BR അംബേദ്കർ കത്തിച്ചത് മനുസ്മൃതിയാണല്ലേ. അപ്പോ മനുസ്മൃതി മനുസ്മൃതി എഴുതിയത് മനു ആണ്. അങ്ങനെയെങ്കിൽ ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ഒരു ആനന്ദത്തോടുള്ള കാര്യം എഴുതിയത് ഒരു ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്നുണ്ടെങ്കിൽ അടുത്ത ശോകമായിട്ടുള്ള ഒരു കാര്യം എഴുതുന്നത് ശരത് ചന്ദ്ര ചാറ്റർജി ആണ്. അദ്ദേഹം എഴുതിയ ശോകമായിട്ടുള്ള കഥ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേവദാസ് ആണ്. ഓക്കെ, ദേവദാസിന്റെ കഥ കേട്ടിട്ടില്ലേ? ദേവദാസ് കുഞ്ഞിലെ പാർവതി അല്ലെങ്കിൽ പാരി എന്നാണ് തോന്നുന്നത്, പാരി അല്ലെങ്കിൽ പാർവതി എന്ന് വിളിപ്പേരുള്ള ഒരു പെൺകുട്ടിയെ പ്രേമിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബം പക്ഷേ വന്നിട്ട് ഈ ജാതി ചിന്താഗതിയൊക്കെ ഉള്ളൊരു എന്താ പറയുക സമ്പൽ പ്രഭുക്കളായിട്ടുള്ളൊരു വൃത്തിയുടെ കുടുംബമായിരുന്നു. അദ്ദേഹം ഇതിന് സമ്മതിച്ചില്ല. അന്ന് ഇത് ചെറുക്കാനുള്ള ഗഡ്സും ദേവദാസിന് ഇല്ലായിരുന്നു. അങ്ങനെ പാർവതി മറ്റൊരാളെ കല്യാണം കഴിച്ചു പോയി. ഇതിന്റെ ഡിപ്രഷൻ കാരണം ഭാവിയിൽ അദ്ദേഹം നല്ല രീതിയിലുള്ള കള്ളുകൂടി തുടങ്ങി. അങ്ങനെ കള്ളുകുടിച്ച് അദ്ദേഹത്തിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തോട് സ്നേഹം തോന്നുന്ന മറ്റൊരു നർത്തകി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ചന്ദ്രമുഖി. നമ്മളെ തമിഴിലെ ചന്ദ്രമുഖി അല്ല, ചന്ദ്രമുഖിക്ക് അദ്ദേഹത്തോട് പ്രണയം തോന്നുകയും അദ്ദേഹത്തെ മാറ്റാനായിട്ട് നോക്കി, നടന്നില്ല. അദ്ദേഹം കുടിച്ച് അവസാനം പാർവതിയുടെ വീട്ടുനടക്കൽ മരണപ്പെടുകയുമാണ് ചെയ്തത്. ഇതാണ് അതിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോ ദേവദാസ് ശരത് ചന്ദ്ര ചാറ്റർജി. എങ്കിൽ മറ്റൊരു ചന്ദ്ര ചാറ്റർജി, ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ളത് ആനന്ദത്തോടുകൂടിയുള്ള ആനന്ദമഠമാണെങ്കിൽ ശോകമായിട്ടുള്ള ദേവദാസ് എഴുതിയത് ശരത് ചന്ദ്ര ചാറ്റർജിയാണ്. അങ്ങനെയെങ്കിൽ ആനന്ദമഠം എപ്പോഴാണ് അദ്ദേഹം എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1882 ഇത് ആദ്യമായിട്ട് പാടിയ INC സെക്ഷൻ 1896 ഇന്ത്യയുടെ ദേശീയ ഗീതമാണല്ലേ. ആനന്ദമഠത്തിൽ നിന്നുള്ള വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് 1896 INC കോൺഗ്രസ് സബ്മിറ്റിലാണ്. എന്നാൽ നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന 1911 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അന്നാണ് ആദ്യമായിട്ട് പാടുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരള ദേവി ചൗധറാണിയാണ്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് ഇക്ബാൽ എഴുതിയ സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം 1904 അദ്ദേഹം രചിച്ചത് എന്നുകൂടി ഓർത്തോളൂ. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. സ്വപ്നം വാസവദത്ത എന്ന ബുക്ക് എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാസനാണ്. വാസവദത്തെ സ്വപ്നം കണ്ട ഒരുത്തന്റെ അടുത്ത് ആഭാസ എന്ന് പറഞ്ഞു എന്ന് ഓർത്തോളൂ. എന്താണ് കാര്യം എന്നറിയില്ലേ? കുമാരനാശന്റെ കരുണ വായിച്ചിട്ടുണ്ടോ? അതില് വാസവദത്തയുടെയും ഉപഗുപ്തന്റെയും കഥയാണ് പറയുന്നത്. സാക്ഷാൽ ഗൗതമ ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ഉപഗുപ്തനും വാസവദത്തയും തമ്മിലുള്ള കഥയാണ്. വാസവദത്തയ്ക്ക് ഗൗതമ ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ഉപഗുപ്തനോട് പ്രണയം തോന്നുകയും തോഴിമാരെ അയച്ച് പല പ്രാവശ്യം ഈ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഉപഗുപ്തൻ സമയമായില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. വാസവദത്ത ഉത്തരമധുരയിലെ ഒരു പ്രശസ്തയായിട്ടുള്ള ദാസിയായിരുന്നു. ദാസി എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി ഒക്കെ ചെയ്യുന്നൊരു സ്ത്രീയായിരുന്നു. അവർ പണത്തിന് വേണ്ടിയിട്ട് ഒന്നിലധികം ആൾക്കാരുമായിട്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ആദ്യത്തേത് അതിൽ വന്നിട്ട് ഒരു തൊഴിലാളി നേതാവാണ്.
അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യാപാരിക്ക് അവരോട് പ്രണയം തോന്നുകയും കാശിനായിട്ട് അയാളുമായിട്ടും അവര് ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ രണ്ട് വ്യക്തികളും തമ്മിൽ ക്ലാഷായി. അപ്പോൾ അതിലൊരാളെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ തനിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് കരുതി അവർ തൊഴിലാളി നേതാവിനെ ആരും അറിയാതെ രഹസ്യമായിട്ട് കൊന്ന് കുഴിച്ചിട്ടു. ഇത് കണ്ടുപിടിക്കുകയും വാസവദത്തയുടെ കയ്യും കാലും വെട്ടി ചുടലപ്പറമ്പിൽ വന്നിട്ട് അവിടെ കൊണ്ടിടുകയാണ്. കഴുകന്മാർ കൊത്തി വലിച്ച് മൊത്തത്തിൽ വ്രണങ്ങളായിട്ടുള്ള ആ ശരീരത്തിനടുത്തേക്ക് ആ സമയത്ത് ഉപഗുപ്തൻ വരുന്നു. ആ സമയത്ത് ഉപഗുപ്തനെ കണ്ട് പൊട്ടിക്കരഞ്ഞ വാസവദത്ത ഇനി എന്തിനാണ് എന്നെ കാണാൻ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉപഗുപ്തൻ പറഞ്ഞു, സമയമായില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞയച്ചത്. അന്ന് ഞാൻ നിന്നെ കണ്ടിരുന്നുണ്ടെങ്കിലും ഓക്കെ, ഞാൻ എന്ത് പറഞ്ഞിരുന്നാലും നിനക്കത് മനസ്സിലാകത്തില്ലായിരുന്നു. ഇതാണ് സമയം, ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കും. ഓക്കെ, വാസവദത്ത എന്നും ഈ സൗന്ദര്യവും ഈ യൗവനവും നിലനിൽക്കുമെന്നും അതിൽ എന്തും നേടാമെന്നും കരുതി. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചെയ്ത തെറ്റ് ഉപഗുപ്തൻ പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്നെ വാസവദത്ത മരണപ്പെടുകയുമാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അതാണ് വാസവദത്തയുടെ കഥ എഴുതിയത് കുമാരനാശാൻ. 1924 പല്ലനയാട്ടിലെ റെഡീമർ ബോട്ട് അപകടത്തിലാണ് ആശാൻ മരണപ്പെട്ടത് എന്നുകൂടി ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ കാമയാനി എഴുതിയതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയശങ്കർ പ്രസാദാണ് കാമയാനി എഴുതിയത്. ജയശങ്കർ പ്രസാദ്. ഇങ്ങനെ നോക്കിയാൽ മതി. കാമദേവനും ജയ്ശങ്കർ, ശങ്കർ എന്ന് പറഞ്ഞാൽ ശിവനല്ലേ, ജയ്ശങ്കര. ഓക്കെ, ശിവനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. കാമദേവൻ അമ്പ് ചെയ്യുമ്പോഴത്തേക്കും ശിവൻ ഈ തൃക്കണ്ണ് തുറന്ന് കൊല്ലും കാമദേവന്. അങ്ങനെ ഒരു കഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ജയശങ്കർ കാമദേവൻ ഇങ്ങനെ ആ ഒരു കണക്ഷനിലാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കാമയാനി ജയശങ്കർ പ്രസാദ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ സ്വപ്നം വാസവദത്ത ഭാസ ആഭാസനാണ്. സ്വപ്നം വാസവദത്ത ഭാസ ആഭാസ. ഓക്കെ, വാസവദത്തയെ സ്വപ്നം കണ്ട ഒരാളെ ആഭാസൻ എന്ന് വിളിച്ചു, ഭാസ. ഓക്കെ, ഗീതാഞ്ജലിയും ഗീതാരഹസ്യവും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് മുദ്രാരാക്ഷസം വിശാഖദത്തൻ. ഓക്കെ, ദേവി ചന്ദ്രഗുപ്തം വിശാഖദത്തൻ. ഓക്കെ, വിശാഖദത്തൻ എഴുതിയ 2 കൃതികളാണ് രാക്ഷസവും ദേവി ചന്ദ്രഗുപ്തവും. അത് കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. വിശക്കുമ്പോ ഒരു രാക്ഷസൻ മുദ്ര കാണിക്കും വിശക്കുന്നു എന്ന്. ദേവി ചന്ദ്രനോടും പറയും വിശക്കുന്നു എന്നാണ്. ഇതിലാണ് കോഡ്. ഒരു രാക്ഷസനും വിശന്നു, ഒരു ദേവിക്കും വിശന്നു. വിശന്നപ്പോ രാക്ഷസൻ മുദ്ര കാണിച്ചു, ദേവിയാണെങ്കിൽ ചന്ദ്രനോട് പറഞ്ഞു. എങ്കിൽ മുദ്രാരാക്ഷസം വിശാഖദത്തൻ. ഓക്കെ, ദേവി ചന്ദ്രഗുപ്തൻ വിശാഖദത്തൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ പഞ്ചതന്ത്ര എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഷ്ണു ശർമ്മനാണ്. പഞ്ചതന്ത്ര വിഷ്ണു ശർമ്മ. ഓക്കെ, അപ്പോ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മിതക്ഷര എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജ്ഞാനേശ്വരനാണ്. ഓക്കെ, വിജ്ഞാനമുള്ള ഈശ്വരൻ എന്നൊരാള് മിതമായിട്ട് മാത്രമേ അക്ഷരങ്ങൾ മൊഴിയാറുള്ളൂ. കാരണം അദ്ദേഹത്തിന് വിജ്ഞാനമുണ്ട്. ഞാൻ എപ്പോഴും വന്നിട്ട് മിതസംസാരിയായിരിക്കുമല്ലോ, മിതഭാഷയായിരിക്കുമല്ലോ. അപ്പോ വിജ്ഞാനമുള്ള ഈശ്വര. ഓക്കെ, മിതമായിട്ട് മാത്രം അക്ഷരങ്ങൾ മൊഴിഞ്ഞു എന്നോർത്തോളൂ. അപ്പൊ മിതാക്ഷര വിജ്ഞാനിയായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സത്യാർത്ഥ പ്രകാശ് ദയാനന്ദ സരസ്വതി. ഓക്കെ, സത്യവും ദയയും ആനന്ദവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സത്യാർത്ഥ പ്രകാശ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിന്റെ കൂടെ ഒരു ദയയും ആനന്ദവും കൂടെ ചേർത്തോളൂ. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ വേദ ഭാഷ്യ ഭൂമിക എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ദയാനന്ദ സരസ്വതിയാണ്. വേദ ഭാഷ്യ ഭൂമിക ദയാനന്ദ സരസ്വതി. വേദത്തിന്റെ ഭാഷ്യം. ഓക്കെ, അദ്ദേഹം ദയവും ആനന്ദത്തോടു കൂടിയും സംസാരിച്ചു എന്ന് വേണമെങ്കിലും കണക്ട് ചെയ്ത് വെച്ചോൾ. അങ്ങനെയെങ്കിൽ അമരഘോഷിക എഴുതിയത് അമരസിംഹൻ തന്നെയാണ്. അമരസിംഹൻ. പ്രശ്നോത്തരമാലിക കവിരാജമാർഗം ഇത് രണ്ടും എഴുതിയത് അമോഘ വർഷനാണ്. അത് ഇങ്ങനെ ഓർത്തോളൂ. വർഷയുടെ മുഖം മാറി എപ്പോഴാണ്? പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാതായപ്പോൾ. അപ്പൊ എന്താ ചെയ്തത്? കവിയും രാജാവുമായിട്ടുള്ള ഒരാള് മാർഗം പറഞ്ഞു കൊടുത്തു. വർഷയുടെ മുഖം മാറി. യെസ്, വർഷ മുഖം അമോഘ വർഷൻ. ഓക്കെ, അപ്പൊ എന്തിനാണ് മുഖം മാറിയത്? പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാതായപ്പോൾ. പ്രശ്നോത്തരമാലിക. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? കവിയും രാജാവുമായിട്ടുള്ള ഒരാള് മാർഗം പറഞ്ഞു കൊടുത്തു. യെസ്, കവിരാജമാർഗം. അപ്പൊ കവിരാജമാർഗവും പ്രശ്നോത്തരമാലികയും എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമോഘ വർഷയുടെ മുഖം മാറി. ഓക്കെ അല്ലേ?
അങ്ങനെയെങ്കിൽ പഞ്ചസിദ്ധാന്തികയും ബൃഹത് സംഹിതയും എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരാഹമിഹിരനാണ്. ഓക്കെ, വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിട്ടുള്ള വരാഹമിഹിരൻ. ഓക്കെ, അദ്ദേഹം ഈ ജ്യോത്സ്യമാണ് ക്രോഡീകരിച്ചത്. ഓക്കെ, ഈ ജാതകം, ഓക്കെ, പഞ്ചാംഗമൊക്കെ ഇല്ലേ, അതുകൊണ്ട് തന്നെ പഞ്ചാംഗം അല്ലേ ജ്യോത്സ്യം. പഞ്ചസിദ്ധാന്തിക വരാഹമിഹിര. ഓക്കെ, ജ്യോത്സ്യമായിട്ട് പഞ്ചസിദ്ധാന്തിക, പഞ്ചാംഗം എന്ന് ഓർത്തോളൂ. ഓക്കെ, ബൃഹത് സംഹിത. ബൃഹത് സംഹിത, ഈ ജ്യോത്സ്യവും പഞ്ചാംഗവും ഒക്കെ ഭയങ്കര ബൃഹത്തായിട്ട് അങ്ങും ഇങ്ങും തൊടാതേക്ക് ഇരുന്നതിനാണ് അദ്ദേഹം ക്രോഡീകരിച്ചത്. അപ്പോ ബൃഹത് സംഹിത വരാഹമിഹിര. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ആര്യ സിദ്ധാന്തിക അതിൽ തന്നെ ഉണ്ട് ആര്യഭട്ടനാണ്. ആര്യഭട്ട. ആര്യ സിദ്ധാന്തിക ആര്യഭട്ട. അങ്ങനെയെങ്കിൽ കഥാസരിത സാഗർ സോമദേവനാണ്. സോമദേവന്റെ കഥ സരിത സാഗർ. ഓക്കെ, സോമദേവൻ കഥ സരിത സാഗർ സോമദേവ. കഥ സരിത സാഗർ സോമദേവ. അങ്ങനെയെങ്കിൽ രാജതരംഗിണി. ഓക്കെ, കൽഹണൻ. രാജാവിനോട് തരംഗിണി കണാപുണ പറഞ്ഞു എന്ന് ഓർത്തോളൂ. രാജതരംഗിണി കൽഹണൻ. ഇത് കാശ്മീരിലുള്ള ഡൈനാസ്റ്റികളുമായിട്ട് ബന്ധപ്പെട്ട് കാശ്മീരിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് രാജതരംഗിണി. അത് എഴുതിയത് കൽഹണനാണ്. രാജാവിനോട് തരംഗിണി കണാപുണ പറഞ്ഞു, അതാണ് കൽഹണൻ എന്ന കോഡിലൂടെ ഓർത്തു വെച്ചേക്കൂ. നമുക്ക് എങ്ങനെയും പഠിച്ചാൽ മതി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എങ്കിൽ നമുക്ക് നോക്കാം. സിദ്ധാന്ത ശിരോമണി എഴുതിയത് ഭാസ്കര 2 ആണ്. ഭാസ്കര രണ്ടാമനാണ് സിദ്ധാന്ത ശിരോമണി. ഭാസ്കര രണ്ടാമൻ സിദ്ധാന്ത ശിരോമണി. എങ്കിൽ വിക്രമദേവ ചരിതം എഴുതിയതാണെങ്കിൽ ബിൽഹണൻ. ബിൽഹണൻ. ഓക്കെ, ഒരാളടുത്ത് പറയാ, വിക്രമ ചരിത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നീ ബില്ല് കൊടുക്കടാ. ഒരു ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി പോയി, അപ്പോ ബില്ല് വന്നപ്പോഴത്തേക്ക് ഇയാളെ തിരിഞ്ഞു നിന്ന് വേറൊരാളടുത്ത് ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, സ്ഥിരം നമ്പര, കാശ് കൊടുക്കത്തില്ല. ബില്ല് വന്നപ്പോ അപ്പൊ കൂടെ ഒരാളെ പറയാ, വിക്രമ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ബില്ല് കൊടുക്കടാ. യെസ്, വിക്രമദേവ ചരിതം ബിൽഹണ. വിക്രമദേവ ചരിതം ബിൽഹണ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കടുത്ത് നോക്കാം. രാമായണം വാൽമീകി. ഓക്കെ, ഇത് വലിയ പാഠമായിരിക്കത്തില്ല, എല്ലാവർക്കും അറിയായിരിക്കും. രാമായണം വാൽമീകി. ഓക്കെ, ശ്രീരാമനെ സഹായിക്കാനായിട്ട് ലങ്കയിൽ പോയി സീതാദേവിയെ രാവണന്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാനായിട്ട് വാനര സേനയൊക്കെ അല്ലേ കൂടെ നിന്നത്. അവർക്ക് എന്തായിരുന്നാലും വാല് കാണുമല്ലോ. അത് വെച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്താൽ മതി. വാൽമീകി രാമായണം. ഓക്കെ, വാൽമീകി രാമായണം. എങ്കിൽ മഹാഭാരതം വേദവ്യാസ. മഹാഭാരതം വേദവ്യാസ. അതിൻ്റെ ഒരു കോഡിന്റെ ഒന്നും ആവശ്യം വരില്ല ഇതിന് രണ്ടിനും. മഹാഭാരതം വേദവ്യാസയാണെന്ന് ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ കുമാരപാല ചരിതം. കുമാരപാല ചരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസിംഹ. ജയസിംഹ. കുമാരന്റെ ചരിതം എന്ത്, ചരിത്രം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹത്തിന് ജയിച്ച ചരിത്രമാണ് കുമാരനുള്ളത്. അതാണ് കുമാരപാൽ ചരിത. ജയസിംഹ. സിംഹത്തിനെ ജയിച്ചു ആര്? കുമാരൻ. ചരിത്രത്തിലും ഇടം നേടി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ പൃഥ്വിരാജിന്റെ ചരിത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ നടൻ പൃഥ്വിരാജിനെ കുറിച്ചിട്ട് ഓർത്തോളൂ. പൃഥ്വിരാജിനെ കാണാൻ നല്ല ചന്തമല്ലേ? ഓക്കെ, ചന്തമാണ്. പിന്നെ കോഡിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ ഒന്ന് ഓർത്തോളൂ. അദ്ദേഹം ബഡായിയും പറയും എന്നോർത്തോളൂ. ചന്ദ് ബർദായി ആണ് പൃഥ്വിരാജ് ചരിത്രം. പൃഥ്വിരാജ് ചരിതം ചന്ദ് ബർദായി. പൃഥ്വിരാജ് ചരിതം ചന്ദ് ബർദായി. അദ്ദേഹം ചന്തക്കാരനുമാണ്, ബഡായിയും പറയും എന്ന് ചുമ്മാ കോഡിന് ഓർത്തോളൂ. എങ്കിൽ സിയൂക്കി. സിയൂക്കി. സിയൂക്കി എന്ന് പറയുന്ന ഒരു സോങ് ആണെന്ന് ഓർത്തോളൂ. സിയൂക്കി അതൊരു സോങ് ആണ്. എങ്കിൽ ആ സോങ് എഴുതിയത് ഹുയാൻ സാങ്. ഹുയാൻ സാങ്. ഹുയാൻ സാങ്. ഓക്കെ, ഞാൻ ഹാ ഹു എന്നാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഹുയാൻ സാങ് ആരുടെ കാലത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്? ഹാ ഹു. ഹുയാൻ സാങ് ആണെന്നുണ്ടെങ്കിൽ ഹാ ഹർഷവർദ്ധനാണ്. ഹർഷവർദ്ധന്റെ കാലത്താണ് ഹുയാൻ സാങ് ഇന്ത്യ സഞ്ചരിച്ചത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എഴുതിയത് സിയൂക്കി. സിയൂക്കി അതൊരു പാട്ടാണ്, എങ്കിൽ അത് സോങ് അല്ലേ? എങ്കിൽ ഹുയാൻ സാങ്. അങ്ങനെയെങ്കിൽ ദശകുമാര ചരിത എഴുതിയത് ദണ്ഡിൻ. 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 ദശകുമാര ചരിത ദണ്ഡിൻ. ദശകുമാര ചരിത ദണ്ഡിൻ. അങ്ങനെയെങ്കിൽ മഹാഭാഷ എഴുതിയത് പതഞ്ജലിയാണ്. പതഞ്ജലിയാണ്. പദങ്ങൾ ചേർത്ത് വച്ചിട്ടല്ലേ മഹാഭാഷ്യം ഉണ്ടാവുന്നത്. യെസ്, മഹാഭാഷ്യ പതഞ്ജലി. പദങ്ങൾ ചേർത്ത് വെച്ച് മഹാഭാഷ്യമായി മാറി. മഹാഭാഷ്യ പതഞ്ജലി. അങ്ങനെയെങ്കിൽ ബുദ്ധചരിതം. ബുദ്ധചരിതം എഴുതിയത് അശ്വഘോഷനാണ്. ഓക്കെ, വജ്രസൂചി അശ്വഘോഷനാണ്. സുന്ദരാനന്ദ അശ്വഘോഷനാണ്. ഓക്കെ, അശ്വഘോഷൻ, ബുദ്ധചരിതം, വജ്രസൂചി, സുന്ദരാനന്ദ എന്നിവ എഴുതിയത് അശ്വഘോഷനാണ്. ബുദ്ധന്റെ ചരിതം അദ്ദേഹം ഘോഷിച്ചു നടന്നു. അശ്വഘോഷൻ. ഓക്കെ, വജ്രസൂചി, അശ്വഘോഷ,
സുന്ദരാനന്ദ എഴുതിയത് സുന്ദരാനന്ദ എഴുതിയത് അശ്വഘോഷനാണ്. അങ്ങനെയെങ്കിൽ ചരക സംഹിത എഴുതിയത് ചരകൻ തന്നെയാണ്. ഓക്കെ, സുശ്രുത സംഹിത എഴുതിയത് സുശ്രുതൻ തന്നെയാണ്. ചരക സംഹിത എഴുതിയത് ചരകനാണ്, സുശ്രുത സംഹിത എഴുതിയത് സുശ്രുതൻ തന്നെയാണ്. ഇന്ത്യക്ക എഴുതിയത് മെഗസ്തനീസ് ആണ്. ഓക്കെ, ഇന്ത്യക്ക എഴുതിയത് മെഗസ്തനീസ് ആണ്. ഓക്കെ, ഇന്ത്യക്ക എഴുതിയത് മെഗസ്തനീസ് ആണ്. മെഗസ്തനീസ് മൗര്യൻ, ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത് എന്നുകൂടി ഓർത്തോളൂ. അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇന്നിവിടെ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.